എല്ലാവർക്കും നമസ്കാരം. എയർ ഇന്ത്യയുടെ 787 എന്ന് പറയുന്ന വിമാനം അപകടപ്പെട്ടിട്ട് ഇന്നേക്ക് 10-12 ദിവസമായി. ഇതുവരെയായിട്ടും അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ ചില കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഇപ്പോഴും കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സംശയങ്ങളൊക്കെ എത്രമാത്രം നിലനിൽക്കുന്നതാണ് എന്ന് അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഞാൻ നിങ്ങളെ കുറെ വീഡിയോ കാണിച്ചു തരാം. അതിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത വിശ്വാസ് കുമാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഈ രക്ഷപ്പെട്ട് അദ്ദേഹം വരുന്ന ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം നടന്നു വരുന്നു ഫോൺ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത്, അതായത് ഈ ഒരു വീഡിയോ, ആദ്യം ഈ ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം മൊബൈൽ പിടിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു വീഡിയോ. രണ്ടാമതായിട്ട് പുറത്തു വന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ ഗേറ്റിന്റെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത്, ഫോൺ പിടിച്ചുകൊണ്ട് നടന്നു വരുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ രണ്ടാമതായിട്ട് കണ്ടത്. എന്നാൽ മൂന്നാമതായിട്ടുള്ള ഒരു വീഡിയോ, ഇത് നിങ്ങൾ കാണാനായിട്ട് സാധ്യത കുറവാണ്. ഈ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് അദ്ദേഹം ഉള്ളിൽ നിന്നല്ല വരുന്നത്, ഇദ്ദേഹം വരുന്നത് പുറത്തു നിന്ന് ഇദ്ദേഹം ആ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. ഒന്തിയാണ് പോകുന്നത്. ഈ നടന്നു പോകുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇദ്ദേഹം വെളിയിൽ നിന്ന് ഉള്ളിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി വന്നതാണോ എന്ന് പ്രേക്ഷകർക്ക് ഡൗട്ട് തോന്നും. എന്നാൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇത് AI ക്രിയേറ്റഡ് വീഡിയോ ആണെന്നാണ് ആളുകൾ പറയുന്നത്. എങ്കിൽ പോലും ഇത് വിശ്വസിക്കാത്ത ആളുകളും ഉണ്ട്. ഇത് അങ്ങനെ എന്താ പറയാ, ഇത് AI ക്രിയേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നതായിട്ടുണ്ട്. കാരണം ഇദ്ദേഹം മുകളിൽ നിന്ന് താഴെ ചാടുകയും ഇദ്ദേഹത്തിന് അങ്ങനെ ചാടുന്ന ആളാണെങ്കിൽ ഇദ്ദേഹത്തിന് കാലിന് പരിക്കേക്കത്തില്ലയോ, ഇദ്ദേഹത്തിന് മുഖത്ത് മാത്രമേ പരിക്കുള്ളല്ലോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല, അവരുടെയൊക്കെ ഡൗട്ടുകളാണ്. അത് മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ഇദ്ദേഹം മുകളിൽ നിന്ന്, അതായത് ഫ്ലൈറ്റിൽ നിന്നും ഞാൻ ചാടിയിട്ടില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, അതായത് ആ ഫ്ലൈറ്റ് വന്ന് ഈ ഫ്ലോറിൽ വീണപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു വരികയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് കേട്ട് നോക്കി. I'm not jumping. Okay. I just walk out in it. Okay. Then ambulance coming in. You did walk out on the building or No, in floor. on the floor? Yes. Okay. Inside the aeroplane. Only there. Yeah. ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഇദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഫ്ലൈറ്റിന്റെ അവിടുന്ന് ഇറങ്ങി നടന്നു വരികയായിരുന്നു, അത് ഫ്ലോറിലോട്ട് ഇറങ്ങുകയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇരുന്ന സീറ്റ് നമ്പർ എമർജൻസി ഡോറിനടുത്തായിരുന്നു. അവിടെ നിന്ന് ഇദ്ദേഹം നേരെ ഇറങ്ങി നടന്നു എന്നാ പറയുന്നത്. നമ്മൾ കണ്ട ആ വീഡിയോ അനുസരിച്ച്, അതായത് ഒരു പയ്യൻ പകർത്തിയ വീഡിയോ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം 625 അടി ഉയരത്തിൽ വന്നതിന് ശേഷം നേരെ ഫ്ലൈറ്റ് താപ്പോട്ട് ഇറങ്ങുകയാണ്. താപ്പോട്ട് വന്നതിന് ശേഷം നേരെ പോയി ഈ പറയുന്ന BJ മെഡിക്കൽ കോളേജിന്റെ മുകളിലേക്ക് വീഴുകയും ഉടൻ തന്നെ ഇത് പൊട്ടിത്തെറിക്കുകയുമായിരുന്നു. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. വലിയ തീയും വലിയ പുകയുമായിരുന്നു അന്നേരം വന്നത്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്, സൗണ്ടും കേട്ടതാണ്, എല്ലാം കണ്ടതാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്ന പ്രകാരം നോക്കുകയാണെങ്കിൽ അത് അവിടെ വീണതിന് ശേഷം ഇദ്ദേഹം ഇറങ്ങി വരാനും ഇദ്ദേഹത്തിന് പടി കണ്ടുപിടിക്കാനും ഒക്കെ സമയം കിട്ടിയെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. അത് എത്രത്തോളം എനിക്ക് സത്യത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എല്ലാം കൂടെ ആകെപ്പാടെ ഒരു ഇതിലങ്ങ് നിൽക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, വീടിന്റെ ടെറസ് എന്ന് പറയുന്നത്, BJ മെഡിക്കൽ കോളേജിന്റെ ടെറസ് എന്ന് പറയുന്നത് വിശാലമായിട്ടൊരു സ്ഥലം. അതിന് എത്രമാത്രം അകലം കാണുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടേക്ക് ഈ വരുന്ന ഫ്ലൈറ്റ് വീഴുമ്പോൾ തന്നെ, ഫ്ലൈറ്റിന്റെ അകലവും നമുക്കറിയാമല്ലോ എത്രമാത്രം വീതി നീളമുള്ളതാണെന്ന്. ഇത് അവിടേക്ക് വീഴുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹം നടന്നു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ തീ പിടിച്ച് ഓൾറെഡി ആ ഒരു പുകയും തീയും ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എങ്ങനെയാണ് അതിന്റെ ആ ഒരു സ്റ്റെയർ കേസ് കണ്ടുപിടിക്കുന്നത്? അത് ഇത്ര ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് അല്ലേ, അവിടെ താഴെ ഇറങ്ങണ്ടേ? അപ്പൊ അതെങ്ങനെ ഇറങ്ങി? താഴോട്ട് ഒരിക്കലും ചാടിയിട്ടില്ല. ചാടിയായിരുന്നു ഇങ്ങനെ കാലൊടിഞ്ഞേനെ. അത് ചെയ്തിട്ടുമില്ല. ഇദ്ദേഹം പറയുന്നതുകൊണ്ട് ഞാൻ നടന്നാ പോയെന്നു. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ എന്തോ പറയുന്നത്, വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആ വിമാനത്തിൽ യാത്ര ചെയ്തിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമേ ഉള്ളൂ. പക്ഷെങ്കിൽ പോലും ഇതിനകത്തൊരു ഡൗട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. സഹോദരൻ മരിച്ചു പോയിട്ട് ഇദ്ദേഹം വെളിയിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഒരു ഞെട്ടലില്ല. ഇതൊക്കെ ആൾക്കാരിൽ ഓൾറെഡി സംശയം ഉളവാക്കിയതാണ്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും പറയുന്നത് കുറ്റപ്പെടുത്തുകയൊന്നും അല്ല. ഇതൊക്കെ ഒരു കാര്യങ്ങളാണ്. ഇതിൽ എത്രമാത്രം സത്യങ്ങളുണ്ടെന്നൊക്കെ പുറത്തു വരണം. എന്നാൽ ഇപ്പോൾ ഇതാ ഈ അന്വേഷണ സംഘം കുറെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്.
അവർ പറയുന്ന പ്രകാരം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 241 പേര്, അതായത് പൈലറ്റും യാത്രക്കാരും അവിടുത്തെ ജീവനക്കാരും എല്ലാം ചേർന്ന് 241 പേരും 34 പേര് വിദ്യാർത്ഥികളും അധ്യാപകരും പിന്നെ ആ സമീപ പ്രദേശത്തുള്ളവരും ചേർന്ന് മൊത്തം 275 പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 260 പേരെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 6 പേരുടെ മുഖപരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 9 പേരെ ഇതുവരെയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നും അവർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ടും 256 പേരുടെ മൃതദേഹം വിട്ടുകൊടുത്തെന്നും ഇവര് പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഇവർ പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം ഉണ്ടാകാനുണ്ടായ കാരണങ്ങളാണ്. ഇത് 2 കാരണങ്ങളാണ് അവരിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന്, 2 എഞ്ചിനും തകരാറിലായി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 2 എഞ്ചിനും തകരാറാകാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ, ഇതിന്റെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് കംപ്ലൈന്റ് ആയി എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം, ഈ സോഫ്റ്റ്വെയറിന്റെ പ്രോബ്ലം മൂലം ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാരണമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കുറ്റം ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്കും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ പുറത്തും വരുമെന്നുള്ള കാര്യമാണ് ഏതാണ്ട് അങ്ങനെ വരുന്നത് ഉറപ്പിക്കാം. നമുക്ക് ഏതാണ്ട് അതങ്ങനെ നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ ഇനി ഇതിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന സംശയങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പൊതുജനത്തിനുള്ള ഒരു സംശയങ്ങളാണ്. എന്നാൽ ഇതിന്റെ പൂർണ്ണമായ ഒരു റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇത് ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയാണ്. ലോകം മൊത്തം ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. കാരണം ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പൊങ്ങുന്നു, പൊങ്ങിയതിനു ശേഷം നേരെ പോയി പതിക്കുന്നത് ഒരു അപകടത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയാണ് എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംശയങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ പറയുന്ന വിശ്വാസ് കുമാറിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ സംശയങ്ങളും തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് AI ക്രിയേറ്റഡ് ആണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇതിലേതാണ് AI, ഇതിലേതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാവുന്നതേ ഇല്ല. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് പോലും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല, ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അദ്ദേഹം ഒന്തി പോകുന്നു, അദ്ദേഹത്തിന്റെ കയ്യിലൊരു ഫോണൊക്കെ ഉണ്ട്, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്നും അദ്ദേഹം ഈ പറയുന്ന 11A സീറ്റിൽ ഇരുന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ റിപ്പോർട്ടിലുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്നിട്ട് കാണാം. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും